ഉദുമ ബേവൂരി സൗഹൃദ വായനശാല ഗ്രന്ഥാലയത്തിന്റെ 5ാമത് സംസ്ഥാനതല പ്രൊഫഷണൽ നാടക മത്സരത്തിന് അരങ്ങുണർന്നു. 5 നാളുകളിലായി നടക്കുന്ന KT മുഹമ്മദ് സ്മാരക നാടകമേള എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പടിഞ്ഞാറ് അംബിക നഗറിലെ TK അഹമ്മദ് ഷാഫി നഗറിൽ നിന്നുള്ള നാടകജ്യോതി പ്രയാണത്തോടെയാണ് ബേവൂരി സൗഹൃദ വായനശാല ഗ്രന്ഥാലയത്തിന്റെ 5ാമത് KT മുഹമ്മദ് സ്മാരക സംസ്ഥാനതല പ്രൊഫഷണൽ നാടക മത്സരത്തിന് തുടക്കമായത്. ബേവൂരി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ പടുത്തുയർത്തിയ, കേരളത്തെ നിർമ്മിച്ചത് വലിയ എടുപ്പുകളല്ല, വലിയ കോൺക്രീറ്റ് സൗധങ്ങളല്ല. ആധുനിക കേരളത്തെ, സാംസ്കാരിക കേരളത്തെ നിർമ്മിച്ചത് അത് കലകളും പ്രത്യേകിച്ചും നാടകവും മുന്നേറ്റങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും ആണ് എന്ന് ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാകും. സാഹിത്യത്തിൽ വിശേഷിച്ച് നാടകത്തിന്, കാരണം മറ്റു സാഹിത്യ രൂപങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത, നാടകം വേദിയിൽ അത് ഒരു ബോംബ് പോലെ അത് ജനങ്ങളിലേക്ക് നേരിട്ട് പൊട്ടുകയും എത്തുകയും ചെയ്യും എന്നുള്ള ഒരു സവിശേഷത നാടകത്തിനുണ്ട്. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ KV കുഞ്ഞിരാമൻ അധ്യക്ഷനായി. നാടകരചയിതാവ് രാജ്മോഹൻ നീലേശ്വരം മുഖ്യാതിഥിയായി പങ്കെടുത്തു. IV ദാസ് പുരസ്കാര ജേതാവ് P അപ്പുക്കുട്ടൻ, സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയ K കുമാരൻ, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ബാലകൃഷ്ണൻ കൊക്കാൽ, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ നാടക മത്സരത്തിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട CK രാജേഷ് റാവു, സംസ്ഥാനതല സ്കൂൾ മീറ്റിൽ സീനിയർ വിഭാഗത്തിൽ വേഗമേറിയ താരമായി മാറിയ രഹന രഘു, കോഴിക്കോട് NIT-യിൽ നിന്ന് ഇന്റൽ കമ്പനിയിലേക്ക് ക്യാമ്പസ് സെലക്ഷൻ ലഭിച്ച K അനാമിക എന്നിവർക്ക് വേദിയിൽ ആദരവ് നൽകി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ VV പ്രഭാകരൻ, ജില്ലാ ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി TK രാജൻ എന്നിവർ സംസാരിച്ചു. അബ്ബാസ് രചന സ്വാഗതവും അബ്ബാസ് പാക്കിയാര നന്ദിയും പറഞ്ഞു. തുടർന്ന് ചന്ദ്രഗിരി കലാസമിതിയുടെ ബസുമതി, സൗഹൃദ വായനശാലയുടെ മൂരികൾ ചുരമാന്തുമ്പോൾ എന്നീ അമേച്ചർ നാടകങ്ങൾ അരങ്ങേറി. എല്ലാ ദിവസവും വിവിധങ്ങളായ അനുബന്ധ പരിപാടികളും കോർത്തിണക്കിക്കൊണ്ടാണ് ഇത്തവണയും ബേവൂരിയിൽ നാടകോത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉദുമ.